ഇവിടെ കടന്നു വന്ന സഹോദരന്മാരും പ്രിയ സഹോദരിമാരും ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളും സ്തോത്രം. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ, കർത്താവിന്റെ വഴിയിൽ അധ്വാനിക്കുന്ന ദാസനും കുടുംബത്തിനും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസനും ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാന് ഒരു 6 വർഷം മുമ്പ് ഇവിടെ കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. കാരണം ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ സഭയുടെ ആദ്യ കാലഘട്ടത്തിൽ കറകച്ചാലിന്റെ പ്രദേശത്ത് ഇവിടെ റോഡ് സൈഡിൽ ഇപ്പോൾ ഇരിക്കുന്ന മുത്തൂറ്റ് ബാങ്കിനായിരുന്നു ആരാധന ആദ്യം. ആ സമയത്ത് കർത്താവിന്റെ ദാസൻ, വിലപ്പെട്ട ദാസൻ, അതായത് രജിപ്പാശായിരുന്നു ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പം പഴയ ആൾക്കാരൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കും എന്നെ അറിയത്തില്ലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്റെ പേര് ജോസഫ് മാത്യു. ആ സമയത്ത് എന്നോട് വർഗീസ് സാർ എന്ന് പറഞ്ഞ പിന്നുവലി ഇന്ന് വരുന്ന ഒരു സാർ ഉണ്ടായിരുന്നു. ആ സാറ് എന്നെ പലപ്പോഴും ഈ ചർച്ചിലേക്ക് ക്ഷണിക്കുമായിരുന്നു. ഞാൻ വരത്തില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ കടന്നു വന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന് അന്ന് നിലത്തായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വന്നിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് അന്ന് ബൈബിൾ എടുത്ത് ഈ മുണ്ടിന്റെ ഇടയിൽ കയറ്റി വെച്ചോണ്ടാ വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വന്ന് ആരാധിച്ച് എല്ലാവരും ആരാധന കഴിഞ്ഞിട്ടും ഞാൻ ആരാധിച്ചുകൊണ്ട് നിൽക്കുവാണ്. കർത്താവിന്റെ ദാസൻ കടന്നു വന്ന് എന്നോട് പറഞ്ഞു, കർത്താവിന്റെ വേലയ്ക്കുള്ള ഒരാളാന്ന് പറഞ്ഞു. ഞാൻ മക്കളക്കാരനായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ഇന്ന് പലക്കാലം ഞാൻ പഴയ കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഞാൻ ആരാധിച്ച് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഡൽഹിയുടെ പ്രദേശത്തേക്ക് ജോലിക്ക് വേണ്ടി കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. അവിടെ ചെന്ന് പല ഭാഷന്മാരും എന്നെ എന്റെ ഭവനത്തിൽ വരികയും അവിടെ കടന്നു വന്ന് ചർച്ച വരണമെന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ അവിടെ പോകാതൊക്കെ ഇരുന്നു. എന്നാൽ എന്നെ സ്നാനപ്പെടുത്തുവാനായിട്ടൊക്കെ പല പദ്ധതികളും ഒക്കെ നോക്കിയെങ്കിലും അതിനൊന്നും ഞാൻ ഇടകൊടുത്തു. ദൈവത്തിന്റെ സ്തോത്രം. ജോലിയുടെ ബന്ധത്തിലായിരിക്കുന്ന സമയത്ത് ഞാൻ 97 ദൈവത്തിന്റെ സ്തോത്രം ഒരു ബിസിനസ് ഇടുവാൻ ഇടയായി. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ ആ ബിസിനസ് ഇട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 3 വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ബസ്സിൽ കയറി. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങുകയും ഒരു കാർ വന്ന് ഇടിച്ച് ആ കാറിന്റെ അകത്ത് കയറുവാൻ ഇടയായി. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പലകാലം ദൈവത്തിന്റെ സ്തോത്രം ഞാനൊരു പേടി സ്വപ്നമായിട്ട് ഞാൻ നിൽക്കുന്നത്. കാരണം 2015 അവിടെ അതിനെ വണ്ടിയെ തന്നെ ആശുപത്രി കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്തു. ദൈവത്തിന് എനിക്കൊന്നും പറ്റിയില്ല. ദൈവത്തിന്റെ സ്തോത്രം. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. 2015 നൈറ്റിൽ ജോലി ചെയ്തിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പോകും. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ഒരു ദിവസം അവധി എടുത്തിട്ട് ഞാൻ എന്റെ ഭാര്യയായിട്ട് ഒരുമിച്ച് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്കാരത്തെ കടന്നുപോയി. ഞാനിങ്ങനെ എനിക്ക് പേടിയാണ് ഈ വണ്ടി. പിന്നെ അങ്ങനെ ഞാൻ റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഈ പട്ടത്തിന്റെ ചൈനയുടെ നൂലായിരുന്നു. ആ പട്ടത്തിന്റെ നൂല് കൊണ്ട് എന്റെ കഴുത്ത് മുഴുവനും ഹല്ലേലൂയ മുറിയുവാനിടയായി. 14 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടുന്ന് എന്നെ ദൈവം വിടുവിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഹല്ലേലൂയ എന്റെ നെറ്റിയിൽ ബോൾ പോലെ ഒരു മുഴ വന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ സമയത്ത് ഓൾ ഇന്ത്യ ഹോസ്പിറ്റൽ മുഴുവൻ കയറി ഇറങ്ങിയിട്ട് എന്റെ രോഗം കണ്ടുപിടിക്കുവാൻ ഇടയായില്ല. എന്നാൽ ഹല്ലേലൂയ ഒരു കർത്താവിന്റെ ദാസൻ കടന്നു വന്ന് പറഞ്ഞു, ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഇത് തൊട്ട് അങ്ങനെ പ്രാർത്ഥിച്ചു. അത് ഇതിലേ പോയെന്ന് കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ എല്ലാ ഹല്ലേലൂയ നിരൂപണങ്ങളെ അറിയുന്ന ദൈവം ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു. ദൈവവും ജീവനുള്ള ദൈവം നിന്നെ വിളിച്ചോൻ വിശ്വസ്തൻ. ഇന്ന് പകൽക്കാലം അവന് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ നിൽക്കുമെങ്കിൽ നിന്റെ സകല രോഗത്തെ അവൻ സൗഖ്യമാക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം 7 അപകടങ്ങൾ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു ബസ്സിൽ കയറി ഹല്ലേലൂയ ബസ്സിൽ നിന്ന് താഴെ വീഴുവാനിടയായി. ബസ് വിട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ പല തരത്തിലുള്ള മരണങ്ങളെ ഹൂമുരിച്ചുകൊണ്ട് ദൈവം എന്നെ വിടുവിച്ചതോർത്ത് ഞാൻ ദൈവത്തെ
സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേ. യഥാർത്ഥമായിട്ട് ഹല്ലേലൂയ ഒരു ദൈവദാസനോ ഒരു വിശ്വാസിയോ എന്നെ വിളിച്ചിറക്കിയതല്ല. യഥാർത്ഥമായി ആമേ ഞാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് എന്നെ ആമേ ചില ദർശനത്തിലൂടെ കാണിച്ച് ഞാൻ ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഈ അസംബ്ലി സ്കോപ്പ് ആമേ ആ നെടുങ്ങാടപ്പള്ളി ശാന്തിപുരത്തിന്റെ അവിടെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ പാർശ്വമായിട്ട് നല്ല ബന്ധമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് എടുക്കാൻ അനേക കാര്യങ്ങൾ എനിക്ക് സമയം 15 മിനിറ്റോ തന്നിട്ടുള്ളത്. ഞാൻ നല്ലൊരു ആമേ ഒരു പ്രസംഗം കരുതിയാണ് വന്നത്. എന്നാൽ ദൈവ ഹല്ലേലൂയ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 103-ാം സങ്കീർത്തനം ഒന്ന് എടുത്ത് നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 1 മുതൽ അതിന്റെ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ആ ആ ആ ആ ആ ആ ആ ആ മതി മതി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൽ കൂടി ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ ഓർക്കാറുണ്ട്, ഈ സങ്കീർത്തനം ആമേ ഹല്ലേലൂയ എനിക്ക് വേണ്ടി എഴുതിയതാണ് ഞാൻ ഓർക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇത് ഈ ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. നമുക്ക് മേളിൽ ആമേ ഹല്ലേലൂയ കാണുവാൻ ഇടയാകുന്നു. ദാവീദിന്റെ ആമേ ജീവിതത്തിൽ പാപത്തെയും പാപബോധത്തെയും അനുതാപിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ വന്ന ആ ഹല്ലേലൂയ അനുതാപത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം ആമേ പരിശുദ്ധാത്മാവിൽ കൂടെ ഇവിടെ എഴുതുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ എന്റെ കൂടെ വരണം. ദൈവത്തിന് സ്തോത്രം. ആരും മൗനമായിട്ടിരിക്കരുത്, സ്തുതിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവേ ഹല്ലേലൂയ സ്തോത്രം എന്ന് യാഗം അർപ്പിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭാഷയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കൊല്ലത്തിനടുത്ത് ഞാൻ എളുപ്പം പറയുവാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു അമ്മച്ചി ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ മിറ്റത്ത് ആമേ കുഞ്ഞ് ഒരു പയ്യനോ ഉള്ളായിരുന്നു. അവന് കുഞ്ഞുകുട്ടിയായിരുന്നു, 13 വയസ്സുണ്ട്. അവൻ മിറ്റത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ അമ്മച്ചി ഓർത്ത് എന്നായി സ്വല്പം സമയം ഞാൻ പ്രാർത്ഥിച്ചേക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥന മുറിയിലേക്ക് കയറി ഈ കുഞ്ഞ് അതേ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ പറയട്ടെ, അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട് കേൾക്കുവാൻ ഇടയായി. ആമേ ദൈവത്തിന് സ്തോത്രം. ഈ സൗണ്ട് കേട്ടുകൊണ്ട് അതെ ഈ അമ്മച്ചി മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ മകനെ കാണുവാൻ കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ മകൻ കർത്താവേ ഒരു ചെറിയൊരു ഞരക്കോ സൗണ്ട് കേട്ടപ്പോൾ കിണറ്റിൽ ചെന്ന് നോക്കിയപ്പോൾ വെള്ളത്തിൽ ആമേ ഇങ്ങനെ ഒരു നൂല് ഒരു പുല്ലൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ അമ്മച്ചി കണ്ട ഉടനെ ഭയപ്പെട്ടുകൊണ്ട് അമ്മച്ചിക്ക് അന്നേരം ദൈവത്തിന്റെ ആത്മാവ് ബുദ്ധി ഉപദേശിച്ചു. ആമേ പൈതനോട് പറഞ്ഞു, നീ സ്തോത്രം പറഞ്ഞോളാൻ പറഞ്ഞു. അവനിൽ നിന്നുകൊണ്ട് സ്തോത്രം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നാട്ടുകാരെ അറിയിച്ചു. ഫയർഫോഴ്സ് വന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പറയട്ടെ, സ്തോത്രത്തിന്റെ വില നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവർ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ മകൻ അതേ കിണറ്റിന്റെ അടിയിൽ ചേറിനകത്ത് നിൽക്കുന്നു. ഈ 2 വെള്ളമുള്ള അല്ലെ 3 വെള്ളമുള്ള ഈ വെള്ളം ഹല്ലേലൂയ ആ സ്തോത്രം എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ വെള്ളം പറ്റുവാനിടയായി. ഹല്ലേലൂയ. ആഗാരനും പൈതലും ദൈവത്തിന് സ്തോത്രം മരുഭൂമിയിൽ ഹല്ലേലൂയ അതേ നീരർവേ തുറന്നു കൊടുത്ത ദൈവത്തിന്റെ കരം അവിടെ പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം ഈ സങ്കീർത്തനക്കാരൻ ഇവിടെ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ആമേ ദൈവം ദാവീദിന് ആമേ കൊടുത്ത ഉപകാരങ്ങളെ കുറിച്ച് അവൻ മഹത്വത്തോടെ സ്തോത്രത്തോടെ അവൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനിവിടെ പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഇന്ന് പകൽക്കാലം സ്തോത്രം എന്ന് യാഗം അർപ്പിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ആമേ. അടുത്തതായിട്ട് ഇവിടെ കാണുന്നത്, എന്റെ സർവ്വ അന്തരംഗമേ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നാം പൂർണ്ണമായിട്ട് ദൈവത്തെ സ്തുതിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പാൽക്കാലം ഹല്ലേലൂയ പലരുടെയും ജീവിതത്തിൽ ആമേ സ്തുതിയും സ്തോത്രങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് പുറത്തോട്ട് വരുന്നില്ല. നിങ്ങൾക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനുവസ്ത്രമാണ് പറയുന്നത്. സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞോണം. ഇന്ന് പാൽക്കാലം ഹല്ലേലൂയ നീ പ്രാർത്ഥിച്ചില്ലെങ്കിലും ആമേ ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം പറഞ്ഞോളാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വിളിച്ചു പറയുന്നു ഹല്ലേലൂയ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ഉപകാരങ്ങൾ മറക്കരുത്. കഴിഞ്ഞ നാളുകളെ, കഴിഞ്ഞ ദിവസങ്ങള് നിന്റെ ജീവിതത്തിൽ തന്ന ആമേ അപകടത്തിൽ തന്ന ജയമേ ഹല്ലേലൂയ ഹല്ലേലൂയ ആ കാര്യമോർത്ത് നീ ദൈവത്തെ സൺഡേ വന്ന ആമേ സാക്ഷീകരിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ എന്റെ ആമേ ഹല്ലേലൂയ അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ. അവൻ നിന്റെ അകർത്യമൊക്കെ മോചിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ എല്ലാം ജീവിതത്തിന്മേൽ അകർത്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ അകത്യം ആമേ ഒരു മനുഷ്യന്റെ രണ്ട് പ്രധാനപ്പെട്ട ആമേ ഹല്ലേലൂയ അതേ പാപത്തെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരം മുതൽ പാപത്തിൽ കൂടി അവൻ ആമേ ജനിക്കുമ്പോൾ രണ്ടാമതായി ഹല്ലേലൂയ അവന്റെ ആ ചെറുപ്പകാലങ്ങളെ മാതാപിതാക്കന്മാരെ ആരാധിച്ചു വരുന്ന ആ കർമ്മഭാവം ആമേ ഹല്ലേലൂയ ഒന്നാമതായി ഇവിടെ പറയുന്നത് ജന്മഭാവം, രണ്ടാമതായി ഇവിടെ പറയുന്നത് കർമ്മഭാവം. ഈ രണ്ട് ഭാവം പോക്കി നിന്നെ വിളിച്ചു കാലാകാലങ്ങള് നിന്നെ വിളിച്ചു വേർതിരിച്ച് മക്കളും അവകാശികളുമാക്കി തീർത്ത് നിന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പാൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഹല്ലേലൂയ, ദൈവം വലിയനായ ദൈവം നമുക്ക് എത്ര ഉപകാരം ചെയ്തിരിക്കുന്നു, അവൻ എത്ര നന്മകൾ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പാർച്ചു പറഞ്ഞല്ലോ, പാർച്ചു രാവിലെ വായിച്ച സങ്കീർത്തന 126:5 പറയുന്നു ആമേ ഹല്ലേലൂയ, കണ്ണിനോട് വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യോ. പ്രൈസലോ. ഈ വിതയ്ക്കുന്നത് എന്തോ അത് മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം വിളിച്ചു പറയട്ടെ, അതേ വിതച്ചുകൊണ്ടിരിക്കുന്നത് ദൈവവചനമാകുന്ന വിത്ത് ആ എവിടെ വിതയ്ക്കുന്നു അവിടെ കിളർത്ത് 30, 60, 100 മേനി വിളയുമെന്ന് ഇന്ന് പലക്കാലം ഞാൻ ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയൊക്കെ പറഞ്ഞോണം കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം ഹല്ലേലൂയ നിന്റെ അകൃത്യം ഒക്കെ ഞാൻ മോചിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ സഭയുടെ 7 ഉപദേശങ്ങളെ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പരസ്യയോഗത്തിന് പോയപ്പോൾ ആമേ പറയുവാനിടയായി. ഹല്ലേലൂയ. മാനസ ഒന്നാമത്തെ ആമേ സഭയുടെ ഉപദേശം എന്ന് പറയുന്നത് ആമേ ഹല്ലേലൂയ 7 ഉപദേശമുണ്ട്. ഒന്നാമത്തെ ഉപദേശം എന്ന് പറയുന്നത് മാനസാന്തരപ്പെടുക. ആമേ ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ ഉപദേശം ഹല്ലേലൂയ ആമേ സ്നാനം. മൂന്നാമത്തേതെന്ന് പറയുമ്പോൾ ആമേ പരിശുദ്ധാത്മ അഭിഷേകം. നാലാമത്തെന്ന് പറയുമ്പോൾ വേർപാട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 5 പറയുമ്പോൾ തിരുമേശ എടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം 6 എന്ന് പറയുമ്പോൾ ആമേ ഒരു കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്. 7 പറയുമ്പോൾ പ്രാർത്ഥനയാണ്. ആമേ ഒന്നാമത്തെ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ മറ്റുള്ളവരോട്, ജാതികളോട്, ആമേ ദേശത്തോട് നാം പറയേണ്ടത് നമ്മുടെ കടമയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജന്മഭാവം ആമേ ഹാമേ ഹല്ലേലൂയ അതേ കർമ്മഭാവവും പോക്കി നമ്മളെ വിടുവിക്കുന്ന ദൈവം ഇന്ന് പാർക്കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ അടുത്തതായിട്ട് ഇവിടെ വായിക്കുന്നു ആമേ ഹല്ലേലൂയ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗത്തെ സൗഖ്യമാക്കുന്നു. ആമേ ദാവീദിന്റെ ജീവിതത്തിൽ ഇവിടെ പ്രധാനപ്പെട്ട
ഓരോ 3 ഉപകാരങ്ങളെ കുറിച്ച് അവൻ ഇവിടെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. സങ്കീർത്തനത്തിൽ സങ്കീർത്തനം 25:11 എടുക്കണ്ട, 85:21, സങ്കീർത്തനം 51:1, 2 വാക്യങ്ങള് പല സങ്കീർത്തനത്തിൽ കൂടി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഇന്ന് പൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ സകല രോഗത്തെ അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം അവൻ ഹല്ലേലൂയ നമ്മുടെ രോഗത്തെയോ നമ്മുടെ പാപത്തെയോ ഹല്ലേലൂയ മോചിക്കുവാൻ വേണ്ടി കടന്നു വന്ന യേശു കർത്താവിനെ ഞാൻ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം ഹല്ലേലൂയ ആരെങ്കിലും ഇന്ന് പലക്കാലം ഹല്ലേലൂയ രോഗമായിട്ട് ഹല്ലേലൂയ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിച്ച് എന്റെ രോഗത്തെ എന്റെ ദൈവം അവിടുന്ന് സൗഖ്യം തരുമെന്ന് ഇവിടെ ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തമേറിയ വചനം വിളിച്ചു പറയുമ്പോൾ അത് നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് താഴ്ത്തിയേൽപ്പീര്. ഇന്ന് കൊള്ള കിട്ടിയതുപോലെ ആ രോഗ സൗഖ്യമായിട്ട് കടന്നു പോകുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തു, അധികാരം കൊടുത്തു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമാണ്, ഇന്ന് പകൽക്കാലം നിന്റെ രോഗത്തെ നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. നിന്റെ അകൃത്യം മോചിച്ചെങ്കിൽ, നിന്റെ പാപം മോചിച്ചെങ്കിൽ, നിന്റെ പാപത്തിന് ഹല്ലേലൂയ ദൈവം മറുപടി തന്നെ. തീർച്ചയായിട്ടും മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിക്കുന്ന തന്നെത്താൻ പ്രാർത്ഥിച്ചു. ദൈവം ഇന്ന് പൽക്കാലം നിന്റെ രോഗത്തെ അവിടുന്ന് സൗഖ്യം തരുന്ന ദൈവമാ. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയില്ലേ, ചെകിടരെ സൗഖ്യമാക്കിയില്ലേ, രക്ഷിതാവുള്ള സ്ത്രീയെ സൗഖ്യമാക്കിയില്ലേ. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ എന്റെ നിന്റെ ജീവിതത്തിൽ ലോകത്തെ ആകാശം ഭൂമിയും സൃഷ്ടിച്ച ദൈവം ഹല്ലേലൂയ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല. ഇന്ന് പൽക്കാലം അധികാരം കൊടുത്തത് ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന നമുക്ക് അധികാരം തന്നിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ ആ വലിയ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ, ദൂത് വെളിപ്പെടണമെങ്കിൽ നിങ്ങൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവദാസന്മാർ ഇവിടെ നിന്ന് ഒച്ചത്തിൽ പറഞ്ഞാലും നിങ്ങളെ വിശ്വാസികളെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നല്ലപോലെ ആരാധിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ അടുത്തതായിട്ട് ഇവിടെ പറയുന്നു നിന്റെ ഹല്ലേലൂയ അതൊന്ന് വായിച്ച് ഹല്ലേലൂയ 4-ാം വാക്യം മതി. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവം ഇന്ന് പൽക്കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നാശമെന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം പത്രങ്ങളിൽ കൂടെ, മാധ്യമങ്ങളിൽ കൂടെ, ടിവിയിൽ കൂടെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആക്സിഡന്റുകൾ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് യൗവനക്കാരൻ ഹല്ലേലൂയ ദൈവത്തെ വിട്ടേച്ച് ഒരു ഭവനത്തിൽ ദൈവത്തിന് സ്തോത്രം എനിക്ക് ബൈക്ക് 12ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് പറയും എനിക്ക് ബൈക്ക് മേടിച്ചു തരണം, എനിക്ക് കാർ മേടിച്ചു തരണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ മര്യാദയായിട്ട് അല്ല അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്ന കുഞ്ഞുങ്ങളെ, എന്നെ കേൾക്കുന്ന യൗവനക്കാരാ, ഹല്ലേലൂയ 2-3 പേരെ കയറ്റി വൈക്ക് കൂടെ എത്രയോ സ്പീഡിലാ പോണ്. മാതാപിതാക്കൾ മക്കളെക്ക് വേണ്ടി വാഹനങ്ങൾ മേടിച്ചു കൊടുത്ത് പിന്നെ കണ്ണീരാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനിത് പറയാൻ വന്നതല്ല, ദൈവം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ ഹല്ലേലൂയ അതേ നാശം നമ്മുടെ പോക്കില്, നമ്മുടെ വരവില്, നമ്മുടെ യാത്രയില് നമ്മളെ രക്ഷിക്കുന്നത് നമ്മുടെ കർത്താവാണ്. നമ്മുടെ കുടുംബശ്രേഷ്ഠതയല്ല, നമ്മുടെ സാമ്പത്തികമല്ല, നമ്മുടെ ജോലിയല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പൽക്കാലം എന്നെ നിങ്ങളെ രക്ഷിക്കുന്നത് എന്റെ കർത്താവിന്റെ ആ മുറിഞ്ഞ കരമാണെന്ന് ഇന്ന് പൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വിടുവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം എന്റെ ദൈവം ഹല്ലേലൂയ നിന്റെ യൗവനം. അടുത്ത ഒന്ന് വായിക്കാൻ
ആമേ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പലകാലം ഹല്ലേലൂയ നമ്മളെ സൂക്ഷിക്കുന്നവൻ, നമ്മളെ നടത്തുന്നവൻ, നമ്മുടെ ഹല്ലേലൂയ ആമേ പിൻപും മുൻപും നമ്മളെ ശക്തീകരിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആമേ ഹല്ലേലൂയ ഇന്ന് പലകാലം ഞാൻ വിളിച്ചു പറയുന്നു, അവൻ നന്മയും കരുണയും നമ്മളെ അണിയിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് പലകാലം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ സമയം ആമേ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേ എനിക്ക് അനേക കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവം സഹായിച്ചാൽ ഇനി ഒരു പ്രാവശ്യം കൂടെ ആമേ കടന്നു വരുവാൻ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പലകാലം നമുക്ക് തന്ന ഈ സങ്കീർത്തനം ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ ഒരു നല്ല ഒരു സങ്കീർത്തനമാണ്. എൻ്റെ ജീവിതത്തിൽ പല അപകടത്തിൽ നിന്നും ആമേ ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ആമേ പ്രതികൂല സന്ധികളിൽ നിന്നൊക്കെ ദൈവം എന്നെ വിടുവിച്ച് ഇത്രത്തോളം നടത്തിയ ആ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഒന്നാമത് നമ്മുടെ അകൃത്യത്തെ അവൻ മോചിച്ചു. രണ്ടാമത് നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കി. മൂന്നാമത് ഹാലിൽ നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വിടുവിച്ചു. ഈ സങ്കീർത്തനത്തിൽ ചിലപ്പോഴും ഞാൻ എൻ്റെ എനിക്ക് വേണ്ടി എഴുതി വെച്ചതാണ്. ഇന്ന് പലകാലം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ഈ സമയം തന്ന ഹല്ലേലൂയ ഈ സഭയോടും കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും എൻ്റെ വേഗം വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹമൊന്നും ഞാൻ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.